എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കെട്ടിടം പണി മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമായ കോൺട്രാക്ടറെക്കുറിച്ചാണ് പറയുന്നത്. 2-3 ദിവസങ്ങൾ 2-3 വീഡിയോകൾ അത് ചെയ്താൽ പോലും ആ മേഖല തീരില്ല എന്നതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് അല്പം ആഴമായി തന്നെ സംസാരിക്കാനും ചിന്തിക്കാനും ആഗ്രഹിക്കുകയാണ്. ഈ കോൺട്രാക്ടർമാർ ശരിക്കും പറഞ്ഞാൽ പല വിധമുണ്ട്. ഷാപ്പ് കോൺട്രാക്ടർ, കൂപ്പ് കോൺട്രാക്ടർ, റെയിൽവേ കോൺട്രാക്ടർ, അങ്ങനെ വിവിധങ്ങളായ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന കോൺട്രാക്ടർമാർ. അങ്ങനെ ആ ഒരു കരാറുകാരൻ എന്ന വ്യവസ്ഥ സാർവത്രികമാണെങ്കിലും കെട്ടിടം പണി മേഖല, വീടോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളോ ആയ കെട്ടിടങ്ങളും പാലങ്ങളും ഒക്കെ നിർമ്മിക്കുന്ന മേഖലയിൽ, പ്രത്യേകിച്ച് ഈ പാലങ്ങളും കലുങ്കുകളും അങ്ങനെയുള്ള സംവിധാനങ്ങൾ, ചെക്ക് ഡാമുകൾ, ഡാമുകളൊക്കെ സർക്കാരിൻ്റെ വർക്കായതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ കൂടുതൽ അങ്ങനെ ചിന്തിക്കുന്നില്ല. എന്നാൽ ഈ വീട് പണിയെക്കുറിച്ചും വീട് പണിയുടെ കോൺട്രാക്ട് മേഖലയെക്കുറിച്ചും നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കാം. ഈ കോൺട്രാക്ടർമാരുടെ, ഞാനൊരു കോൺട്രാക്ടറാണ്, അതുകൊണ്ട് തീർത്ത് പറയാം, ഈ 95% കോൺട്രാക്ടർമാരും സത്യം പറയുകയല്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 95% കോൺട്രാക്ടർമാരും, അത് ഈ കെട്ടിടം പണി മേഖലയാണേലും ശരി, അല്ലെ അവരുമായിട്ട് ബന്ധപ്പെട്ട ഏത് മേഖലയാണേലും ശരി, 95% ആളുകളും സത്യം പറയുകയില്ല എന്നത് ഈ ഫീൽഡിൽ ഒരു വലിയ പ്രത്യേകതയാണ്. ഒന്നാമത്തെ കാര്യം, പലർക്കും സത്യം പറയാൻ ഇത് എന്നതാ കഥയെന്ന് അറിയത്തില്ല. സത്യം പറയാൻ പലർക്കും ഇതിൻ്റെ കഥ അറിയത്തില്ല. രണ്ടാമത്തെ കാര്യം, പറയേണ്ട പോലെ സത്യം പറഞ്ഞാൽ ഒട്ട് പണി കിട്ടുകയില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറഞ്ഞാൽ അവർക്ക് ആ കെട്ടിടം പണി കിട്ടത്തുമില്ല. പിന്നെ സത്യം പറയാതെ പറയേണ്ടതുപോലെ നുണ പറഞ്ഞല്ലേ കള്ളം പറഞ്ഞ് വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ അവനാ പണിയും കിട്ടും, അവനതിനകത്തുനിന്ന് പണം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ 2-3 സൈസ് ആളുകളെക്കുറിച്ചാണ് ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞത്. ആളുകളുടെ സ്വഭാവങ്ങൾ ഈ രീതിയിലൊക്കെ ആയിരിക്കും. പലർക്കും ഇത് എന്നതാ ഇതിൻ്റെ കഥയെന്ന് പറയാൻ അറിയത്തു പോലുമില്ല. പക്ഷെ അവരൊക്കെ മിക്കവാറും സമൂഹത്തിലെ വലിയ കോൺട്രാക്ടർമാരുമായിരിക്കും. അതെങ്ങനെയാണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ അതിപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ കോൺട്രാക്ടർമാരെ നമുക്ക് വിവിധ ഗ്രേഡുകളായിട്ട് തിരിക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പ്ലാന്, എലിവേഷൻ, സൈഡ് എലിവേഷൻ, സെക്ഷൻസ്, അതിൻ്റെ സ്ട്രക്ചറൽ ഡ്രോയിങ്, ഇതെല്ലാം നോക്കി മനസ്സിലാക്കിയെടുക്കാൻ സ്വയമായി കഴിവുള്ളവർ, പിന്നെ സ്വയമായി മെറ്റീരിയൽസിൻ്റെ വില വെച്ച് കൊട്ടേഷൻ തയ്യാറാക്കാൻ അറിയാവുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല കോൺട്രാക്ടർമാരെന്ന് പറയാൻ പറ്റുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ളവർക്ക് അധികം വർക്കുമില്ല, ഇങ്ങനെയുള്ളവർ വളരെ കുറവാണ്. ഇതാണ് ഒന്നാമത്തെ ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഈ പ്ലാനും എലിവേഷന്, സൈഡ് എലിവേഷൻസ്, സെക്ഷൻസ്, സ്ട്രക്ചറൽ ഡ്രോയിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകളെ ആശ്രയിച്ച് നടത്തുന്ന ആളുകളുണ്ട്. ഇതൊക്കെ അവർക്കേ അറിയാവുള്ളൂ. കോൺട്രാക്ടർ എന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കാൻ ഒരാളുണ്ട്, പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറ്റു പലരും കാണും. അത് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഒരു വിഭാഗം കോൺട്രാക്ടർമാരും ഉണ്ട്. അവർക്ക് ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ആശ്രയിച്ച് ചെയ്യുന്നു. അവർ പോകുകയോ അവർക്ക് അതിനകത്ത് ആത്മാർത്ഥത കുറയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഇതിൻ്റെ ദൂഷ്യങ്ങൾ ഉടമസ്ഥൻ്റെ പുറത്ത് വന്ന് കയറും. അങ്ങനത്തെ ഒരു തരം കോൺട്രാക്ടർമാരുണ്ട്. ഇവർക്കും ഒരുവിധം പണിയൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ളവർക്കും. ഇനി ഇതിനകത്ത് മൂന്നാമത് പറയാനുള്ളത്, ഇതിനെക്കുറിച്ച് ABCD അറിയാൻ മേലാത്ത കോൺട്രാക്ടർമാരുണ്ട്. ഈ കെട്ടിടം പണിയായിട്ട് ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് ABCD അറിയത്തില്ലാത്ത കോൺട്രാക്ടറുണ്ട്. ഇവർക്കാണ് ഏറ്റവും കൂടുതൽ വർക്കുള്ളത്. അതായത് വർക്ക് കിട്ടണമെങ്കിൽ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞ് ഇതിനെക്കുറിച്ച് ABCD അറിയത്തില്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ 2 ഉദാഹരണങ്ങളൊക്കെ പിന്നോട്ട് പറയാം. ധാരാളം വർക്കുണ്ട്. പിന്നെയുണ്ട്, ഈ പല പരിപാടി ചെയ്തു. പശുവിനെ വളർത്ത് നോക്കി രക്ഷയില്ല, പിന്നെ പലചരക്കട നടത്തി നോക്കി രക്ഷയില്ല, ഇങ്ങനെ പല ചാരായം കൊണ്ടുവന്ന് വിറ്റ് നോക്കി രക്ഷയില്ല. ഇങ്ങനെ പല പരിപാടി നടത്തിയിട്ട് രക്ഷയില്ലാതെ വന്നപ്പോൾ അവസാനം ഒരു കന്നാലിക്കൂട് പണിതപ്പോൾ ഇവന് മനസ്സിലായി ഒരു മേസ്തിരി, ഒരു മൈക്കാട്, സിമെൻറ്റ്, മണൽ, കമ്പി, മിറ്റൽ, കല്ല്, ഇത്ര സാധനങ്ങളാണ് ഇതിൻ്റെ അടിസ്ഥാന ഘടകം. വേണ്ടി വന്നാൽ കട്ടയും കൂടെ ഉണ്ട്. ഇതെങ്ങനെയാലും കൂട്ടിക്കുഴച്ച് മറിച്ച് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, എടുത്ത് ഒപ്പിച്ച് വെക്കാൻ പറ്റിയാൽ കുഴപ്പമില്ലെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ കന്നാലിക്കൂട് പണിത് തുടങ്ങിയവർ പിന്നെ രണ്ടാമത് കല്ലാലിക്കൂട് പണിതു, പിന്നെ ഒരു വീട് പണിത് വിറ്റു, പിന്നെ 2 വീട് പണിത് വിറ്റു, അങ്ങനെ വിറ്റു. അവസാനം ABCD അറിയത്തില്ലാത്ത വലിയ പേരുകേട്ട കോൺട്രാക്ടർമാരൊക്കെ കേരളത്തിലുണ്ട്. നിങ്ങൾക്ക് എന്നാ ചൊറിയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഡോക്ടർമാരാണെങ്കിൽ നിങ്ങളങ്ങനെ സമ്മതിക്കുമോ? സമ്മതിക്കുകയല്ലോ. പിള്ളേരെ പഠിപ്പിക്കാൻ വിടുന്ന സ്കൂളിൽ അങ്ങനെ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിടുകയല്ലോ.
ഒരു വാഹനം മേടിക്കാൻ ചിന്തിച്ചാൽ നല്ല പരിചയമുള്ളൊരു മേസ്തിരി പണിതാന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പുകാരൻ പണിതാന്നും പറഞ്ഞ് നിങ്ങൾ ഏതായാലും മേടിക്കുമോ? പല വണ്ടികളുടെ ഇഞ്ചിനും സംവിധാനം എല്ലാം കയറ്റി കമ്പനിയുടെ എല്ലാം മേടിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ കെട്ടിടം മേഖലയിൽ മാത്രമുള്ള ഈ ഒരു പ്രശ്നമുള്ളത്, അതിൻ്റെ ദൂഷ്യം അതിനകത്തുണ്ട് താനും. പിന്നെ അത് അബദ്ധത്തിൽ ഈ മേഖലയിൽ വന്നവന്മാരുണ്ട്, അബദ്ധത്തിൽ ഈ മേഖലയെ കോൺട്രാക്ടറായിട്ട് വന്നവരുണ്ട്. അബദ്ധം പറ്റിപ്പോയി വന്നുപോയി പിന്നെ അങ്ങ് നിൽക്കുന്നു എന്ന രീതിയിൽ നിൽക്കുന്നവരുണ്ട്. സ്വന്തമായി കെട്ടിടങ്ങളൊക്കെ പണിത് വിറ്റും അവനവൻ്റെ പണിതും ഒക്കെ പണി പഠിച്ചവരും, പണി പഠിച്ചെന്നല്ല പണി കണ്ടവരും ഒക്കെ ഈ മേഖലയിലോട്ടങ്ങ് ഇറങ്ങും. എന്നതാണേലും ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനെക്കുറിച്ച് ABCD അറിയത്തില്ലാത്തവർക്കാണ് ഇപ്പോൾ കൂടുതലും പണിയുള്ളത്. കാരണം ABCD അറിയാമെങ്കിൽ അവർക്കറിയാം ഇത്ര കട്ട വേണം, ഇത്ര മണൽ വേണം, ഇത്ര സിമൻറ്റ് വേണം, ഇത്ര മിറ്റിൽ വേണം, ഇത്ര ലേബർ ആകും, വെള്ളം ഒഴിക്കാൻ ആൾ വേണം, പിന്നെ അതിന് ഇത്ര ദിവസം വെള്ളം ഒഴിക്കണം, പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളിനെ സംബന്ധിച്ച് ഏതൊക്കെയാലും ഒന്ന് മനസ്സിലാക്കിക്കോ, ഒരു കോൺട്രാക്ടർമാർ അവരുടെ വീട്ടിൽ നിന്ന് പൈസ കൊണ്ട് ഇങ്ങോട്ട് വെക്കത്തില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ, അങ്ങനെ ആരും ചെയ്യല. ഇത് സത്യത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ കോൺട്രാക്റ്റ് പണി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സേവനമാണ്. തനി മലയാളം പറഞ്ഞാൽ ഇതൊരു ശുശ്രൂഷയാണ്. എന്ന് പറഞ്ഞാൽ ഒരു വീട്, ഒരു കെട്ടിടം, ഒരു കിണർ, ഇതൊക്കെ ഒരു കച്ചവടമായിട്ട് കൂട്ടാൻ പറ്റില്ല. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു കിണർ നമുക്കറിയാം, 2-3 തലമുറയൊക്കെ മുമ്പ് കുത്തിയ കിണറുകൾ, വൃത്തിയായി കെട്ടിയ കിണറുകൾ, അതിന്നും തലമുറകൾക്ക് അനേകർക്കത് അനുഗ്രഹമാണ്. എന്നാൽ ഇന്നത്തെ കിണർ കുത്ത് എങ്ങനെയാണ്? കിണർ കുത്തെന്ന് പറഞ്ഞാൽ ഒരു വെടിക്ക് ഒരു കോല് താഴണം. അതിനുവേണ്ടി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരു 4 അടി 5 അടി താക്കത്തിൽ അങ്ങോട്ട് തമരടിച്ചിട്ട് ഒരു കുറച്ച് ഡീസലുപ്പ് അല്ലെങ്കിൽ ഒരു കേപ്പിനകത്ത് ഒരു പശക്കകത്തോട്ട് ഒരു കേപ്പ് കയറ്റി വെച്ച് ഇതിൻ്റെ അടിയിലോട്ട് ഇറക്കി വെച്ച് മണ്ടേ കുറച്ച് ഡീസലുപ്പും വാരിയിട്ട് ഒരൊറ്റ വെടി, ഒരു വെടിക്ക് 1 കിലോമീറ്റർ ഞടുങ്ങും. അതിപ്പോൾ ഇലക്ട്രോണിക് കേപ്പായതുകൊണ്ട് തോട്ടയായതുകൊണ്ട് 10-40 എണ്ണം ഒരുമിച്ച് വെക്കും. ഒരു കിടുക്കം വരും. കിടുക്കം വരുമ്പോൾ അതിനകത്തുള്ള കല്ലായിട്ടല്ല, അത് മുഴുവൻ മിറ്റിലായിട്ട് പൊടിച്ച് കളയും, അല്ലെങ്കിൽ കുറച്ച് സോളിംഗ് ആയിട്ട് പൊടിച്ച് കളയും. ലാസ്റ്റ് ഇത് തൂമ്പായ്ക്ക് വാരി കയറ്റി കരയിലോട്ട് വിടുമ്പോൾ അങ്ങനത്തെ കിണറ്റിൽ ഒരിക്കലും വെള്ളം നിൽക്കില്ല. അപ്പോൾ കിണർ പണി എന്ന് പറയുന്നത് താന്നാൽ മാത്രം പോരല്ലോ, വെള്ളം അവിടെ നിൽക്കണ്ടേ. കേരളത്തിലെ മിക്ക കിണറുകളിലും വെള്ളം നിൽക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഭൂമി തകർക്കുന്ന സൈസ് വെടിയാണ്. കാരണം അവരെ സംബന്ധിച്ച് അത് ബിസിനസ്സാക്കും, വെറും കച്ചവടമാണ്. വീട് പണി അങ്ങനെ തന്നെയാണ്. 1ഉം 2ഉം ഒക്കെ നൂറ്റാണ്ടുകൾ മുമ്പ് സായിപ്പന്മാർ പണിതിട്ട് പോയ കെട്ടിടങ്ങൾ ഇന്നും നല്ല ഗംഭീരമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഒരു ശുശ്രൂഷ പോലെ അവർ ചെയ്തതാണ്. സായിപ്പന്മാർ പണിത പാലങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. സായിപ്പന്മാർ പണിത ഡാമായതുകൊണ്ടാണ് മുല്ലപ്പെരിയാർ നിൽക്കുന്നത്. നമ്മുടെ നാട്ടുകാരൻ പണിത ഡാമായിരുന്നേ പണ്ടേ അത് നാട്ടുകാരൻ കൊണ്ടുപോയത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ 95% ഇതൊരു ശുശ്രൂഷയാണ്. ഇപ്പോൾ നമ്മുടെ ആതുര ശുശ്രൂഷ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഇപ്പം വ്യവസായമായതുകൊണ്ട് ആളുകൾക്ക് വലിയ ഹോസ്പിറ്റലൊന്നും കയറാൻ പേടിയായത്. പണ്ടങ്ങനെയല്ലായിരുന്നു. ആളുകളുടെ ജീവൻ വെച്ചുള്ള കളിയാണ്. അത് വളരെ ശ്രദ്ധയോടും കരുതലോടും കരുതിയിരുന്നു. അന്ന് ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും ഒക്കെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ കിട്ടുന്നിടത്ത് വെച്ച് ഇടി വെച്ച് കൊടുക്കില്ല അവർക്കിട്ട്. നിയമം മൂലം അവർ സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഇടി ഉറപ്പാണ്. കാരണം ഇതൊരു വ്യവസായമായിപ്പോയി, കച്ചവടമായിപ്പോയി, കച്ചകവടമായിപ്പോയി. ഇത് ശരിക്കും കെട്ടിടം പണി അങ്ങനെ കച്ചകവടമല്ല യഥാർത്ഥത്തിൽ. അതുകൊണ്ട് നമ്മൾ ഒരു കോൺട്രാക്ടറെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കോൺട്രാക്ടർമാർ ഇങ്ങനെ പലതരമുണ്ട്. ഇവന്മാർ ഇതിനകത്ത് ഏത് തരത്തിൽപ്പെട്ടതാണെന്ന് നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാത്ത ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ, ഈ ആർക്കിടെക്റ്റിനെ ഏൽപ്പിക്കുമ്പം അതിൻ്റെ പേരിൽ വരുന്ന ദൂഷ്യം ഒരു കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ കോൺട്രാക്ടറെ എടുക്കുന്നത് പാളിപ്പോയാൽ സത്യത്തിൽ ഈ വീട്ടുടമസ്ഥൻ്റെ ജീവിതം തന്നെ പാളിപ്പോകുമെന്നുള്ളതാണ് സത്യം. അതിൻ്റെ കാരണം വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ അയാൾ വരുത്തി വെക്കും. ആ സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തി വെക്കുന്നത് ഇവർക്കിതിനെക്കുറിച്ച് ABCD അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഇവർ കാണിക്കുന്ന കൊള്ളരുതായികകൾ, വൃത്തികേടുകൾ, അറിവില്ലായ്മകൾ, ഇവരുടെ അജ്ഞതകൾ മുഴുവൻ വീട്ടുടമസ്ഥൻ്റെ തലേ വന്ന് കയറും. ഞാൻ 100 കണക്കിന് ഉദാഹരണങ്ങൾ മുന്നോട്ടുള്ള ഓരോ വീഡിയോയിൽ പറയാം. ഓരോരുത്തർക്കും പറ്റിയ അപകടങ്ങൾ, ഓരോരുത്തർക്കും പറ്റിയ അബദ്ധങ്ങൾ, ഓരോരുത്തർക്കും പറ്റിയ വെട്ടുകൾ, തട്ടുകൾ ഒക്കെ പറയാം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് പ്ലാനും എലിവേഷൻ, മുൻവശം, സൈഡ്, മറ്റ് സൈഡ്, ബാക്ക് സൈഡ്, ടോപ്പിൽ നിന്നുള്ള വ്യൂ, അതുപോലെ അതിൻ്റെ സെക്ഷനുകൾ, അതിൻ്റെ സ്ട്രക്ചറൽ ഡ്രോയിങ്, ഇതെല്ലാം സ്വയമായി നോക്കിയെടുക്കാനും അതിനനുസരിച്ച് അത് മറ്റുള്ളവരുടെ നമുക്ക് ഇയാളെ വിളിച്ചിരുത്തി സംസാരിക്കുമ്പോൾ അറിയാം. അപ്പുറത്തിരിക്കുന്നവനെ നോക്കുന്നുണ്ടെങ്കിൽ അത് എന്നാന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ടെങ്കിൽ ഇയാൾക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ലെന്നുള്ളതാണ്.
ഒരു മേസ്തിരി ആണെങ്കിൽ പോലും ഈ ഡ്രോയിങ് എല്ലാം നല്ല വ്യക്തമായിട്ട് വായിക്കാനും മെറ്റീരിയൽസും എല്ലാം കണക്ക് കൂട്ടി അതിനനുസരിച്ചൊരു കോട്ട് ചെയ്യാനും കൊട്ടേഷൻ തയ്യാറാകാനൊക്കെ അറിയാവുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ഒരാളെ കിട്ടിയാൽ മാത്രമേ നമുക്കിത് സന്തോഷത്തിലും സമാധാനത്തിലും കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറ്റിയവർക്കൊക്കെ പറ്റി, ഇനി അതൊന്നും നിരത്താൻ പറ്റിയല്ല. മുന്നോട്ട് അബദ്ധം പറ്റാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചില വീഡിയോകളിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.